മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് നമുക്ക് എന്താ പറയുക 73 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യന്റെ നിറഞ്ഞാട്ടമാണ്. നമ്മൾ പടം കണ്ടായിരുന്നു, പടം കണ്ടോ? പടം കാണണം. ഇന്നത്തെ ന്യൂ ജനറേഷൻ യുവാക്കൾ, പയ്യന്മാർ, നടന്മാർ കണ്ട് പഠിക്കണം. അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ, അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി, അദ്ദേഹം നിറഞ്ഞാടുകയാണ് ചെയ്തത്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഗംഭീരം ഒന്നും പറയാം. ടർബോ ജോസിനൊക്കെ ശേഷം വന്നിട്ടുള്ള ഭയങ്കര ആക്ഷൻ. ഗംഭീരം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പുതിയൊരു ഡയറക്ടറുടെ ഒരു പ്രവേശനം തന്നെയാണ്. അദ്ദേഹം തകർക്കും, യാതൊരു മാറ്റവും. കാലം തൊടാത്ത നടൻ എന്ന് തീർച്ചയായിട്ടും മെഗാസ്റ്റാർ ഇനിയും ഒരു 10-20 വർഷം അദ്ദേഹം കളം നിറഞ്ഞു നിൽക്കും. അല്ല, ഐസ കൊടുക്കും. അത് ചെറിയൊരു അതെ കുടലിൽ ഒരു പ്രശ്നമല്ല, അതൊക്കെ കയറി വരും അദ്ദേഹം. അതല്ല ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ് മമ്മൂട്ടിയും മോഹൻലാൽ. അപ്പോൾ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ സൗകര്യം. അവര് ഭയങ്കര കാണാറുണ്ട്. അപ്പോൾ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ സ്റ്റാർ ഇപ്പോഴും ന്യൂ ജനറേഷൻ യുവാക്കൾക്ക് മുൻപിലൊക്കെ യഥാർത്ഥം പറഞ്ഞാൽ ന്യൂ ജനറേഷൻ പിള്ളേര് അദ്ദേഹത്തെ കണ്ടു പഠിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം അദ്ദേഹത്തെ പോലെ എങ്ങനെ ആകാം എന്നുള്ള ക്ലാസ് അവർ നടത്തിക്കൊണ്ടിരിക്കുക. രൂപപരിവേഷം നടത്തിക്കൊണ്ട് അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ഒട്ടേറെ ഉണ്ട്. ബ്രഹ്മയുഗം മാത്രമല്ല മാറുണ്ണി അല്ല, ഇപ്പൊ അടുത്ത കാലത്ത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതല്ലേ ഇപ്പൊ ഈ പടം എന്ന് പറയുന്നത് നിറഞ്ഞാണ്ടുകയാണ്. മനസ്സിലായി? ആ അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് വരുന്ന ആ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഗംഭീരം. ഇതുപോലെ ചെയ്യാൻ മലയാളത്തിൽ നല്ല ലോകത്തിലൊരാണ്. മലയാളത്തിൽ അഭിമാനിക്കാവുന്ന രീതിയിൽ ദേശീയ അവാർഡുകൾ മലയാളത്തിലേക്ക് തീർച്ചയായിട്ടും. യഥാർത്ഥം പറഞ്ഞാൽ ഒരു 10 ദേശീയ അവാർഡ് വാങ്ങേണ്ട സമയം കഴിഞ്ഞു. മമ്മൂട്ടി എന്നുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് അവാർഡുകൾ അദ്ദേഹത്തിന് നിഷേധിക്കുക. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ കാസ്റ്റ് പ്രശ്നമായിരിക്കാം, മറ്റുള്ള കാര്യം ഒരു ഹെഡ് വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് യാതൊരു മാറ്റമില്ല. അദ്ദേഹം തന്നെ ഒരു ഈ കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന അവാർഡ് കിട്ടിയാൽ പറഞ്ഞു വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് തന്നെ കാര്യം ഒഴിഞ്ഞു മാറാൻ ഒരു വഴിയില്ല. അതുകൊണ്ടാണ് അല്ല നമ്മൾ ഈ കമ്മ്യൂണലായിട്ട് എന്നുള്ളൊരു വിഷയം എവിടെയെങ്കിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഞാൻ കേന്ദ്രത്തിലെ കാര്യം പറഞ്ഞത് കാര്യം അവിടെ ഇത് ഉണ്ടാവണം. കാര്യം അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ദേശീയ അവാർഡുകൾ ഒരുപാട് വടക്കൻ വീരഗാഥ തനിയാവർത്തന സംസ്ഥാന അവാർഡ് കിട്ടും. വടക്കൻ വീരഗാഥയ്ക്ക് വടക്കൻ വീരഗാഥയ്ക്ക് കിട്ടി. പിന്നെ മാടയും വിധേയനും ആ സമയത്ത് 2ാമത്തത് കിട്ടി. പിന്നെ 3ാമത്തത് കിട്ടുന്നത് ഏതിനാ? 3ാമതൊരു ദേശീയ അവാർഡ് ഇപ്പം ലാസ്റ്റ് 3 ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കറായിട്ട് തനി രൂപത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ വന്ന, അതും വേറെ ഇന്ത്യ മഹാരാജ്യത്ത് അന്യഭാഷയിൽ ഉണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒട്ടനവധി നടന്മാരുണ്ടായിട്ട് പോലും അത് ശരിക്കും സെലക്ട് ചെയ്ത് മമ്മൂക്കയിലെ നമ്മുടെ അവിടെ ഒരു ജാതി ചിന്തയൊന്നുമില്ല. കലാ സാഹിത്യാദി രംഗങ്ങളിൽ അതീതമായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഈ എന്തോ ഉണ്ട് കാര്യം. അല്ലെങ്കിൽ ദേശീയ അവാർഡുകൾ വേറെ അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. കാര്യം അത്രത്തോളം അഭിനയങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയാണ്. ഒരു മനുഷ്യനായിട്ട് എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രവുമായിട്ട് മാറുകയാണ്. അല്ലാതെ മമ്മൂട്ടിയായിട്ടല്ലല്ലോ അതിൽ വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പോയി വലിയ മമ്മൂട്ടിക്ക് ഓപ്പോസിറ്റ് അഭിനയിക്കാൻ മലയാളത്തിൽ നമുക്ക് പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞേ പ്രൈം മിനിസ്റ്ററിന്റെ ഗ്യാപ്പിൽ വന്നതാണ്. അത് പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പകരക്കാരനായിട്ടാണല്ലേ വന്നത്. അതൊരു ആദ്യമായിട്ട് മമ്മൂട്ടി അഭിനയിക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്ററിന് ആ ഒരു തസ്തികയിൽ ആ പടത്തില് എനിക്ക് നല്ല മെനിഞ്ഞിട്ട് അത് എന്തോ ഒരു ഗുളികനിരുന്ന സമയത്താണ് തോന്നുന്നത് പറഞ്ഞത്. നാഷണൽ വാക്കായി ഇപ്പൊ യഥാർത്ഥം പറഞ്ഞാൽ നിത്യഹരിത നായകനാരാ? നിത്യഹരിത നായകൻ മമ്മൂട്ടിയാണ്. പ്രേമസാറിനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇപ്പൊ നിത്യഹരിത ഇപ്പൊ 80 വയസ്സ് വരെ അദ്ദേഹം എന്തായാലും ചെറിയ വിഷമമുണ്ട്. എന്നാലും പഠിച്ചാൽ കൂടുതൽ ഈ കാലം തൊടാത്ത നടൻ നമ്മളൊരു ഇതായിട്ട് മേൽക്കുടിക്കായിട്ട് പറയുന്നതാണ്. കാലം തൊടാത്ത ഒരു വ്യക്തിയും തിരിച്ചറിയില്ല. സകല ജനാതരങ്ങളെയും ബാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ
ഇന്ത്യൻ സിനിമയിൽ തന്നെ മമ്മൂക്ക ഭക്ഷണം കഴിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു തിയേറ്ററിൽ ഇങ്ങനെ ഫസ്റ്റ് ഷോ കാണാൻ പോയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഷോ കാണുന്നത്. ഓക്കെ ഓക്കെ.